അപ്പോൾ അടുത്തതായിട്ട് പുതിയൊരു സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയൊരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്, ഒരു ഇൻപുട്ട് ഒരു ബട്ടൺ, ഇത്രയേ ഉള്ളൂ. ഈ ഇൻപുട്ടിനകത്ത് നമ്മളൊരു നമ്പർ കൊടുത്തിട്ട് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ നമ്പറിനെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് സ്ക്രീനിലേക്ക് കാണിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഇപ്പോൾ 100 എന്നുള്ള നമ്പർ കൊടുത്താൽ ഞാൻ 100ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫാക്റ്റ്, നമുക്കിപ്പോൾ 100 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ എ സെഞ്ചുറി എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഞാനിവിടെ പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് പേജ്. ഇപ്പോൾ ഇതിൽ ഞാൻ 100 കൊടുത്ത് ഗെറ്റ് ഫാക്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എന്താവണം, ആ 100നെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് ഇവിടെ കാണിക്കണം. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗെറ്റ് ഫാക്റ്റ് എന്ന് തന്നെ ഫംഗ്ഷൻ്റെ പേര് കൊടുത്താണ്. ടയർ ഫംഗ്ഷൻ ആയിട്ട് ഇതാണ്. ഇതിൽ ഞാൻ ഗെറ്റ് ഫാക്റ്റ് കോൾഡ് എന്നാണെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ പേര് അങ്ങോട്ട് കൊടുത്താൽ മതി, കോൾ ബാക്ക് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ വാല്യൂ കൊടുത്തത് അത് നമുക്ക് ഈ ഗെറ്റ് ഫാക്റ്റിൽ ആക്സസ് ചെയ്യണം, എന്നാലേ നമുക്ക് നമ്പർ കിട്ടുള്ളൂ. മീൻസ് ഇവിടെ യൂസർ എന്താണ് ടൈപ്പ് ചെയ്തെന്നുള്ള നമ്പർ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടണം. നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇ കിട്ടും, ഈനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ആയിട്ട്. പക്ഷെങ്കിൽ ഇവിടെ ഈ ബട്ടൺ മേലാണ് ക്ലിക്ക് ചെയ്യുന്നത്, പക്ഷെ വാല്യൂ കിട്ടുന്നത് ഈ ഇൻപുട്ടിൻ്റെ ആണ്. രണ്ട് സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇ ഡോട്ട് ടാർഗറ്റ് ഞാൻ കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ആണ്, ബട്ടണിന്റെ വാല്യൂ അല്ലേ നമുക്ക് ഇൻപുട്ടിന്റെ വാല്യൂ അല്ലേ കിട്ടണ്ടേ. രണ്ട് ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ വെച്ച് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഒരു ഇൻപുട്ടിനെ ഇങ്ങോട്ട് എടുക്കണം. സാധാരണ നമ്മൾ വാനില ജാവാസ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഗെറ്റ് എലിമെന്റ് ബൈ ഐഡിയും വെച്ചിട്ട് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് എടുക്കാൻ അങ്ങനെ ഒരു വഴിയില്ല അല്ലേ, അങ്ങനെ ഒരു വഴി ഉണ്ട്. ഇതാണ് പുതിയൊരു ഹുക്ക്. ഇപ്പം ഞാൻ നമ്പർ റെഫ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. അതായത് ഞാൻ ഹുക്ക് വിളിക്കുകയാണ് യൂസ് റെഫ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കതിന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാരിയബിൾ ഉണ്ടല്ലോ, ഈ ഒരു വാരിയബിൾ നമുക്ക് ഇൻപുട്ടിന്റെ റെഫറൻസ് ആയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാം. വെച്ചാൽ റെഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് എലിമെന്റിന് പാസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഇൻപുട്ടിനായിക്കോട്ടെ എന്തിനും പറ്റും. ഓക്കെ, എന്നിട്ട് അതിന്റെ റെഫായിട്ട് ഞാൻ നമ്പർ റെഫ് പാസ് ചെയ്യണേ. ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഇവിടെ നമ്പർ റെഫ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ ഇൻപുട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് ഡോട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഇൻപുട്ട് കിട്ടും, കാണിച്ചു തരാം. ഉണ്ടോ, ബേസിക്കലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ യൂസ് റെഫ് ഉപയോഗിച്ചിട്ടൊരു റെഫ് വാരിയബിൾ ഉണ്ടാക്കാം. ആ റെഫ് വാരിയബിൾ നമുക്ക് ഏത് എലമെന്റിന്റെ റെഫ് പ്രോപ്പർട്ടി ആയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു എലമെന്റ് ആ എലമെന്റിന്റെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ആക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെഫ് അങ്ങോട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ഫംഗ്ഷനകത്ത് ഈ ഇൻപുട്ടിനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റെഫ് ഇവിടെ ഉപയോഗിക്കാം. ഞങ്ങളുടെ കറണ്ട് ഡോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ വന്നോളൂ. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇപ്പോൾ 100 കൊടുത്തു വിചാരിച്ചു, ഉണ്ടോ 100 വന്നില്ലേ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, യൂസ് റെഫ് ഉപയോഗിച്ചിട്ട് ഒരു സ്പെഷ്യൽ റെഫറൻസ് വാരിയബിൾസ് ഉണ്ടാക്കാം. എന്നിട്ട് ഏത് എലമെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, റെഫ് എന്ന് പറഞ്ഞിട്ട് ആ വാരിയബിളിനെ പാസ് ചെയ്യാം. എന്നിട്ട് ആ വാരിയബിൾ ഉപയോഗിച്ചിട്ട് ആ എലമെന്റിനെ നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഒക്കെ പോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ വാല്യൂ ഒക്കെ കിട്ടി, നമ്പറൊക്കെ കിട്ടി. ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫാക്റ്റ് കിട്ടണം. ഇപ്പൊ മനുഷ്യന്മാർ ഏത് നമ്പറും ടൈപ്പ് ചെയ്യാം, 1 മുതൽ ഏത് ലക്ഷമോ കോടിയോ ഏത് നമ്പറും ടൈപ്പ് ചെയ്യാം. അപ്പൊ ആ അത്രയും നമ്പറിനെ പറ്റിയുള്ള എല്ലാ ഫാക്റ്റും നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് 0 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് കൺസോൾ ലോഗിയാണ് ചെയ്യുന്നത്. ഫാക്ട്സ് ഓഫ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും. ഇപ്പൊ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ട് എന്തായിരുന്നു നോക്കാം. 0 ഇസ് ദ ഫസ്റ്റ് നമ്പർ. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഈസ് ആഫ്റ്റർ 0. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ പേജിലേക്ക് കാണിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ് വാരിയബിൾ ഉപയോഗിക്കാം, ഫാക്ട് കോമ സെറ്റ് ഫാക്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് ആയിട്ട് ഫാക്റ്റിന് അങ്ങോട്ട് കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് കൺസോൾ ലോഗിന് പകരം എന്ത് ചെയ്താൽ മതി, സെറ്റ് ഫാക്ട് വെച്ചാണ്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ 1 കൊടുക്കുമ്പോൾ 1 ഈസ് ആഫ്റ്റർ 0, 0 കൊടുക്കുമ്പോൾ 0 ഈസ് ദ ഫസ്റ്റ് നമ്പർ, ഫാക്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇപ്പം എല്ലാ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ ഫാക്ട് ചെയ്താണെങ്കിൽ നേരം വെളുത്തോലെ. അപ്പം ഈ നമ്പറിനെ കുറിച്ചുള്ള ഫാക്ട് തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു API ഉണ്ട്. അപ്പോൾ ഈ API എന്താണെന്നല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വെബ്സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് HTML ആയിട്ട് അടിപൊളിയായിട്ട് കോഡൊക്കെ കാണിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാനൊക്കെ ഉള്ള ഭാഗത്ത്, അതായത് ഇത് മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫ്രണ്ട് എൻഡുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, ഫ്രണ്ട് എൻഡ് ആയിക്കോട്ടെ,
ഒരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സാധനത്തിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ API എന്ന് വിളിക്കാം. അപ്പം രണ്ട് രൂപത്തിലേ ഇപ്പോൾ ഒന്ന് നമുക്ക് HTML ആയിട്ട് കോഡ് നമ്മൾ ബ്രൗസറിനകത്ത് കാണിച്ചിരുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മൾ സാധാരണ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ സാധനമാണ് APIs. APIs ഇതേപോലെ തന്നെയാണ്. വെബ് റിക്വസ്റ്റ് ഒക്കെ ഇതേപോലെ തന്നെയാണ്. ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ പ്രത്യേകത അത് മനുഷ്യന്മാർക്കുള്ളതല്ല. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു കോഡിനുള്ളതാണ്, മീൻസ് മെഷീനുള്ളതാണെന്ന് വിളിക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ API കാണിച്ചു തരാം. നമ്പേഴ്സ് API എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തുറക്കണേ. നമ്പേഴ്സ് http://numbers.api.com/1. ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫാക്റ്റ് കാണാം. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. റീസൺ എന്ന് വെച്ചാൽ ഇതൊരു API ആണ്. അതുകൊണ്ട് തന്നെ ഈ API എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കോഡിന്റെ പാർട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ബ്രൗസർ വെച്ചാണ് ഇപ്പോൾ തുറന്നത്. നമുക്ക് ഇതെങ്ങനെ നമ്മുടെ കോഡിനകത്തേക്ക്, ഇപ്പൊ ഞാൻ ഇവിടെ 100 കൊടുത്തെങ്കിൽ 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്റ്റ് കിട്ടും. ഞാൻ 0 കൊടുത്തെങ്കിൽ 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്റ്റ് കിട്ടും. ഇതെങ്ങനെ നമ്മളെ കോഡിനകത്ത് തുറക്കാൻ നോക്കാം. കോഡിനകത്ത് തുറക്കേണ്ടത് നമ്മൾ എവിടെ തുറക്കേണ്ടത്? നമ്മളെ ഈ ഗെറ്റ് ഫാക്റ്റ് ഫംഗ്ഷനിലാണ്. ഇവിടെ നമ്മൾ ഫാക്ട്സ് നേരെ എടുത്താണ്. അതിന് പകരം നമുക്ക് ഈ ഒരു API-നകത്തുനിന്ന് ആ നമ്പറിനെ പറ്റിയുള്ള ഫാക്റ്റ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫെച്ച് എന്നുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ഫെച്ച്. അതിനകത്ത് കോഡ്സിനകത്ത് നമ്മൾ ആ ലിങ്ക് തുറക്കുക. ഏത് ലിങ്ക് എന്നാണ്, ഏത് API നമ്മൾ എൻഡ് പോയിന്റ് എന്ന് വിളിക്കുക. നമുക്ക് പറയാം കേട്ടോ, ഏതാണ് തുറക്കേണ്ടത് എന്നുള്ള പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ചിലപ്പോൾ /0 ആയിരിക്കില്ല, നമ്മളെ നമ്പറിന് കറസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ആക്കി വെക്കത്. ഓക്കെ, കോൺസ്റ്റ് നമ്പർ ഈക്വൽ ടു യൂസർ ടൈപ്പ് ചെയ്ത നമ്പർ. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ഫോർമാറ്റഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫെച്ച് എന്നുള്ള ഫംഗ്ഷന്റെ പ്രത്യേകത, ഈ ഫംഗ്ഷന് മേലെ നമ്മളിങ്ങനെ കേസർ ഉണ്ടായി വെച്ചാൽ ഇതൊരു പ്രോമിസ് ആണ് തരുന്നത് കാണാൻ പറ്റും. എന്താ ഈ പ്രോമിസ്? പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന കോഡൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി പെട്ടെന്ന് ഔട്ട്പുട്ട് തരുന്ന കോഡാണ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് തരും. പക്ഷെ ഇവിടെ ഈ ഫെച്ച് എന്ന് പറയുന്ന സാധനം ഒരു പ്രോമിസ് ആണ്. ഇത് നമ്മൾ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ആണ് പ്രോമിസസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ സെഷനിൽ പറയാം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ്ലി കിട്ടുന്നതല്ല, നമ്മൾ ഒരു വെബ് സെർവറിനോട് ചോദിച്ച് ആ സെർവർ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങളെ പ്രോമിസ് ആയിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇത് പ്രോമിസിനുള്ളിൽ ഒരു റെസ്പോൺസ് ആണ്. ശരിക്കും ഇത് റെസ്പോൺസ് ആണ് നമുക്ക് തരേണ്ടത്, ഇത് പ്രോമിസ് ആയിട്ടാണ് തരുന്നത്. അപ്പം പ്രോമിസ് ആയിട്ട് തരുന്നുള്ള മീനിങ് എന്താ വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി റെസ്പോൺസ് തരില്ല, ഒരു പ്രോമിസ് ആയിട്ട്. അപ്പൊ നമ്മൾ അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറേ നേരം വെയിറ്റ് ചെയ്താലേ ചിലപ്പോൾ സാധനം കിട്ടുള്ളൂ. കാര്യം നമ്മൾ നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഒരു സെർവറിനോട് ചോദിച്ച് സെർവർ തിരിച്ചു തരണം. നമുക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടി ഞാൻ എന്താണ്, ഇവിടെ ഞാൻ കോൺസ്റ്റ് ഞാൻ റെസ്പോൺസ് എന്നുള്ള ഒരു വേരിയബിൾ ആയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ലോഗ് ചെയ്ത് നോക്കുകയാണ്, റെസ്പോൺസ്. ഓക്കെ, ഇനി പേജ് തുറന്ന് ഞാൻ ഇവിടെ ഒന്ന് ഗെറ്റ് ഫാക്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, പ്രോമിസ് പെൻഡിങ് ആണ്. ജസ്റ്റ് ഒരു പ്രോമിസ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഈ പ്രോമിസ് അല്ല, നമുക്ക് ഇതിന്റെ കറക്റ്റ് വാല്യൂ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്മേൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് കീവേഡ് ഉണ്ട്, ആണ് അവൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവൈറ്റ് എന്നുള്ള കീവേഡ് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണമെങ്കിൽ ആ ഫംഗ്ഷന് ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇത് ഒരു സാധാ ആരോ ഫംഗ്ഷൻ അല്ലേ, ഇതെങ്ങനെ അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കാവുന്നില്ല. ഇതിന്റെ മുമ്പിൽ ഒരു അസിങ്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഫെച്ച് എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോമിസിനെ തരുന്ന ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ റെസ്പോൺസ് കൊടുത്ത് കൺസോൾ ലോഗ് ചെയ്തപ്പോൾ ഒരു പ്രോമിസ് ആയിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞു ഈ പ്രോമിസ് ശരിക്കും റെസ്പോൺസിനാണ് തരുന്നത്. അപ്പൊ ആ റെസ്പോൺസിനെ തരണമെങ്കിൽ നമ്മൾ അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അവൈറ്റ് കൊടുക്കണം. അവൈറ്റ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇതിനെ അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ അസിങ്ക് നിൽക്കും. ഇനി ഞാനിവിടെ സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഗെറ്റ് ഫാക്റ്റ് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കണ്ടോ, ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ബോഡി ഉണ്ട്, ഹെഡേഴ്സ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഞാൻ റെസ്പോൺസ് ഡോട്ട് ഇട്ടാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. JSON ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒരു ടെക്സ്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ഫംഗ്ഷൻ ആണ്, ഇതും ഒരു പ്രോമിസ് ആണ് തരുന്നത്. എന്ത് പ്രോമിസ്? സ്ട്രിങ്ങിന്റെ പ്രോമിസ്. അപ്പോൾ ഇതിനെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഫാക്റ്റ് കൊടുക്കണം. ഫാക്റ്റ് വേണ്ട അല്ലേ, നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.
മെസ്സേജ് എന്ന് കൊടുക്കണം അല്ല വേണ്ട ടെക്സ്റ്റ് എന്ന് കൊടുക്കണം. നമ്മളിങ്ങനെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ് ഇത് കണ്ടോ ഇത് പ്രോമിസിന് തരുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോമിസ് കിട്ടാം. അപ്പം അതിന്റെ ആക്ച്വൽ സ്ട്രിങ്ങിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക വെയിറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് ലോഗ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലൊരു 100 കൊടുക്കുകയാണ്. ഓക്കെ, ഗെറ്റ് ഫാക്ട് ക്ലിക്ക് ചെയ്തു. 100 ഈസ് ദ നമ്പർ ഓഫ് ബ്ലെസ്സിങ്സ് ഇൻ റിലീജിയൻസ് എന്തൊക്കെ ഒരു ഫാക്ട് ഉണ്ട്. അപ്പോൾ ഞാൻ 101 കൊടുക്കുകയാണേ. വേണ്ടോ ശരിക്കും എന്താ ഇപ്പം നടക്കുക, നമ്മൾ ഗെറ്റ് ഫാക്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വരയ്ക്കും. ഈ ഒരു ഫംഗ്ഷനിൽ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത നമ്പർ ഇങ്ങോട്ട് എടുക്കും. രണ്ടാമത്തത് നമ്മൾ ഈ ഒരു API ഇതൊരു സെർവറിന്റെ URL ആട്ടോ. ഈ സെർവറിന്റെ URL / നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ സെർവർ നമുക്ക് എന്ത് തരും, ആ നമ്പറിനെ പറ്റിയുള്ള ഒരു ഫാക്ട് തരും. അപ്പോൾ ഇത് അവിടെ പോയി നമ്മളെ കമ്പ്യൂട്ടറിലല്ല പുറത്തെ കമ്പ്യൂട്ടറിൽ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടൊക്കെയാണ് തരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മളിവിടെ കഴ്സർ വെച്ച കാണാം പ്രോമിസ് ആണ്. എന്തിന്റെ പ്രോമിസാണ്? റെസ്പോൺസിന്റെ പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് നമ്മൾ അവൈറ്റ് ഇട്ട് കൊടുത്തു. അവൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൈറ്റഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ ഇടണമെങ്കിൽ അതെന്തറിയിക്കണം അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ അസിങ്ക് നമ്മൾ മേലെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് റെസ്പോൺസ് കിട്ടി. ഇനി ആ റെസ്പോൺസിന്റെ ആദ്യം നമുക്ക് അതിന്റെ ടെക്സ്റ്റ് വാല്യൂ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന്റെ ടെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ അതൊരു പ്രോമിസ് ആണ്. ആ ടെക്സ്റ്റിനെ കിട്ടണമെങ്കിൽ അതൊരു പ്രോമിസ്. അപ്പോൾ അയിമലും അവൈറ്റ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ടെക്സ്റ്റ് കാണിച്ചു, ലോഗ് ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ഫാക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കാം. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ്. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഫാക്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1 2 3 എടുക്കണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫാക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ലോഡിങ് സാധനങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഒരു പുതിയ വേരിയബിൾ ഉണ്ടാക്കുകയാണ്. കോൺസ്റ്റ് ലോഡിങ് സെറ്റ് ലോഡിങ് സാധനങ്ങളൊക്കെ എന്നിട്ട് യൂസ് സ്റ്റേറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഡിഫോൾട്ടായിട്ട് ലോഡിങ് ഫോൾസ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലോഡിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലോഡിങ് എന്നുള്ള ഒരു സാധനം റിട്ടേൺ ചെയ്യണം. അപ്പം നമ്മൾ ലോഡിങ് ആണ് നമ്മൾ എന്താ പറയുക, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിവിൻ്റെ അകത്തായിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക് എൻഡിലേക്ക് മീൻസ് API ചോദിക്കുന്ന ഫംഗ്ഷൻ ആണല്ലോ ഫെച്ച്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ലോഡിങ് ട്രൂ കൊടുക്കാം. അപ്പോൾ ലോഡിങ് ആയി. ഇനി ലോഡ് ചെയ്ത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ലോഡിങ് ഫോൾസ് ആക്കാം. ഓക്കെ, ലോഡിങ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് ഞാനിവിടെ ഒരു 1 to 4 കൊടുത്തിട്ട് 1 to 5 കൊടുത്തിട്ട് ഗെറ്റ് ഫാക്ട് കൊടുക്കാം. അപ്പോൾ വേണ്ടോ ലോഡിങ് ഡാറ്റ ഫ്രം സെർവർ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വേറെ ഏതെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. വേണ്ടോ അപ്പോൾ വേണം നമുക്കിത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിലിവിടെ നെറ്റ്വർക്ക് ഉണ്ട്. ഇതിൽ നമുക്ക് ത്രോട്ട്ലിംഗ് കൊടുത്തിട്ട് 3G കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് കുറച്ചും കൂടെ ത്രോട്ടിലായത് കേട്ടോ. എന്നിട്ട് ഞാൻ ഗെറ്റ് ഫാക്ട് കൊടുക്കണ്ട, കുറച്ച് ടൈം എടുത്തില്ലേ ലോഡിങ് ഡാറ്റ. അപ്പം ബേസിക്കലി ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ കാര്യം ഒന്ന് യൂസ്റഫ് ആയിരുന്നു. രണ്ടാമത്തത് നമ്മൾ ഈ ഫെച്ച് എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു. മീൻസ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നമ്പറിനെ പറ്റിയുള്ള ഫാക്ട് കിട്ടാൻ നമ്മളൊരു എക്സ്റ്റേണൽ സർവീസിന് ഉപയോഗിച്ചു. ഇങ്ങനെ സാധനങ്ങളെ API എന്ന് വിളിക്കാം. അപ്പം ഇവിടെ APIനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെച്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ, ഈ ഫെച്ച് എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അസിൻക്രണസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ പ്രോമിസിനെ തരുന്ന ആൾക്കാരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഫംഗ്ഷൻ അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും.